പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 16-ാം തീയതി തിങ്കളാഴ്ച. പുതിയൊരു പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന പൊന്നു തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. കർത്താവെ, ഞങ്ങൾ ഇന്നത്തെ എല്ലാ ചിന്തകളെയും, പറയുന്ന വാക്കുകളെയും, ചെയ്യുന്ന ജോലികളെയും, പോകുന്ന സ്ഥലങ്ങളെയും, യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും, ഇന്ന ദിവസം കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. നാഥ, തിരുരക്തത്തിൻ്റെ കോട്ടയാൽ ഈ ദിവസം മുഴുവനും ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ലൂക്കാസ് സുവിശേഷം 17-ാം അധ്യായം 5-ാം വചനം ധ്യാനിക്കാം. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് ലോകത്തോടുള്ള ആകർഷണം കുറയും. കർത്താവ് പലപ്പോഴും കടുകുമണിയുടെ വിശ്വാസമെങ്കിലും നമുക്കുണ്ടാകണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. കടുകുമണി ഫുൾ കാമ്പുള്ള വസ്തുവാണ്, അതിൽ ഒന്നും കളയാനില്ല. നമ്മിലും കർത്താവിന് ചേരാത്ത ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവെ, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്ന് പൂർണ്ണമായും അങ്ങയുടേതായി മാറാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.